കന്യാകുമാരിയിൽ വിവേകാനന്ദ സംബന്ധിച്ച ഒരു സ്മാരകം വേണമെന്നും എന്നുള്ളൊരു തീരുമാനം വരികയും ആ വിവേകാനന്ദ റോക്ക് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ രീതിയിൽ അത് വളരുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം, അതിലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പി പരമേശ്വർജി ഉൾപ്പെടെയുള്ളവർ അതിൽ സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1963 ആ സ്മാരകത്തെക്കുറിച്ചുള്ള ചിന്ത വരുന്നത്. അപ്പോൾ 1963 എന്ന് പറയുന്ന സ്വാമി വിവേകാനന്ദൻ്റെ ജന്മശതാബ്ദി വർഷമാണ്. അപ്പോൾ 1892 ചിക്കാഗോയിലേക്ക് പോകുന്നതിന് തലേ വർഷങ്ങളിൽ അദ്ദേഹം ഭാരത പരിക്രമം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലേക്ക് മൈസൂരിൽ നിന്ന് നമ്മുടെ ഷൊർണൂരിലേക്കും പിന്നെ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, എറണാകുളം, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ 9 ദിവസം താമസിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ആണ് അദ്ദേഹം കന്യാകുമാരിക്ക് പോകുന്നത്. അപ്പോൾ കന്യാകുമാരിക്ക് പോകുമ്പോൾ കടൽ, അവിടുത്തെ ഈ പാറ കണ്ട് അദ്ദേഹം അതിലേക്ക് പോകണം എന്നാഗ്രഹിച്ചപ്പോൾ ഈ അവിടുത്തെ ഈ വള്ളക്കാർ അദ്ദേഹത്തിൻ്റെ അതിൽ പണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നീന്തി പാറയിൽ പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു 3 രാത്രിയും പകലും അവിടെ ധ്യാനനിരതനായിട്ട് കഴിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് തൻ്റെ ഭാവി കർമ്മങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത, എന്താണ് വാട്ട് ഈസ് മൈ മിഷൻ എന്നുള്ളൊരു ആശയം കിട്ടുന്നു. അതാണ് ആ വിവേകാനന്ദ പാറയ്ക്കുള്ളൊരു പ്രത്യേകത. മാത്രമല്ല ആ പാറ പണ്ട് മുതലേ ഭഗവതിയുടെ ക്ഷേത്രമുണ്ടല്ലോ അവിടെ കന്യാകുമാരി. അപ്പോൾ ആ ദേവിയുടെ പാദം പതിഞ്ഞ പാറ എന്നൊരു സങ്കല്പവും അവിടെയുണ്ട്. അപ്പം അവിടെയാണ് ഈ വിവേകാനന്ദ സ്മാരകത്തിന് വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുന്നത്. അതിന് ആ സമയത്തിന് ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. 1962 നമ്മൾ ഭാരതവും ചൈനയുമായിട്ടുള്ള യുദ്ധം നടന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ യുദ്ധത്തിന് തയ്യാറായിരുന്നൊരു രാജ്യമായിരുന്നില്ല. നമ്മുടെ സൈന്യത്തിന് വേണ്ടത്ര ആയുധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ യുദ്ധത്തിൽ നാം സംഭവിച്ച ചൈന ഏകപക്ഷീയമായിട്ട് നമ്മളെ പ്രദേശങ്ങളെ കടന്നാക്രമിച്ചു. അവർ ഏകപക്ഷീയമായിട്ട് തിരിച്ചുപോയി. നമ്മുടെ ഒരുപാട് സൈനികർ അന്ന് കൊല്ലപ്പെടുകയുണ്ടായി. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രത്തിലൊരു രാഷ്ട്രത്തിൻ്റെ അഭിമാനത്തെ, മൊറാലിനെ, അതെ അതിനെ ആ ഒരു ആത്മവീര്യത്തെയൊക്കെ മുറിവേൽപ്പിച്ചൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെയും തകർത്ത സംഭവമാണത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളൊരു സംരംഭത്തിന് വളരെ ചരിത്രപരമായിട്ടുള്ളൊരു ഇതുണ്ട്. ആ ഭാരതത്തിൻ്റെ യശസ് ലോകത്തിൽ അവതരിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ പേരിലൊരു സ്മാരകം ഉയർന്നു വരുന്നു. അപ്പോൾ ആ സ്മാരകം ഉയരാനുള്ള ചിന്തകൾ വന്ന സമയത്ത് അവിടെ എതിർപ്പുണ്ടായെന്ന് പറയുന്ന അവിടുത്തെ കടലോര പ്രദേശങ്ങളിൽ പാർക്കുന്ന ആളുകൾ ക്രിസ്ത്യൻ സഭകളുടെ തന്നെയാണ് നേതൃത്വത്തിൽ എതിർപ്പുകളുണ്ടായി. അപ്പോൾ അതിനെ തുടർന്ന് മദ്രാസ് ഗവൺമെൻറ് അതിന് ചില ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തടസ്സം നിൽക്കുകയും ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അന്നത്തെ അഖില ഭാരതീയ ചുമതലയുണ്ടായിരുന്ന മുഖ്യ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഏകനാഥ് റാനഡെ, അന്നത്തെ സർസംഘ്യാൽ പൂജനീയ ഗുരുജി ഈ പ്രോജക്റ്റുമായി നിങ്ങൾ അതിന് പോയി നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹം ഏതാണ്ട് 330ഓളം പാർലമെൻറ്റ് അംഗങ്ങളുടെ ഒപ്പ് ശേഖരിച്ചു ഇതിനനുകൂലമായി. അങ്ങനെ ഗവൺമെൻറ്റിൽ ഒരു അവരുടെ ആലോചനയിലൊക്കെ പരിവർത്തനം വരുത്തിയാണ് ആ സംരംഭം തുടങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1963 എന്നൊക്കെ പറയുമ്പോൾ പരമേശ്വർജി ഭാരതീയ ജനസംഘത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാലത്ത്. അപ്പോൾ അതിൽ പിന്നീട് അതിൻ്റെ ഉപാധ്യക്ഷനും അതിൻ്റെ അധ്യക്ഷനുമായിരുന്നു അദ്ദേഹം. അവസാന കാലം വരെ അതിൻ്റെ അധ്യക്ഷനായിരുന്നു പരമേശ്വർജി.